ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ തായ്ലൻഡ് സീരീസിലെ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിരിക്കുകയാണ്. ബാങ്കോക്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിലോട്ടൊന്നും ഇറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ വേറെ ആക്ടിവിറ്റീസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ്. റൂമിന് ടാറ്റ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതേ ഹോട്ടലിൽ നിന്നും ചെക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ എയർപോർട്ടിലേക്കുള്ള ക്യാബ് നമുക്ക് 1 മണിയാകുമ്പം വരും. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കണം. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു മാളിൽ പോയി കഴിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ ഫുഡ് തന്നെ ആണോ? അതേ ഉള്ളു. ഗ്ലാസ് നൂഡിൽസ് എന്ത് ചെയ്യേ? ഉണ്ട്. അങ്ങനെ മോളിലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ക്യാബ് വരാനായിട്ടൊരു 10 മിനിറ്റ് സമയം കൂടിയുണ്ട്. അപ്പം ആ ഗ്യാപ്പിൽ നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് നടത്താം. അപ്പോൾ ഈ മാളിൽ തന്നെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങളിത് ചെറിയൊരു ഷോപ്പിംഗ് കൂടെ നടത്തിയിട്ട് തിരിച്ചു പോവുകയാണ്. ക്യൂ നിന്നോ. ബൈ ബൈ പട്ടായ. അമ്മ ഇവിടെ വലിയ ആളാവുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് അമ്മ ആള് മാറി, ചില്ലായിപ്പോയി. ചൂടായിട്ട് ഒരു വെള്ളം കുടിച്ചിരിക്കും. താഴത്തെ ഇറങ്ങില്ലയോ ഇപ്പൊ ഓക്കെയാ. Bye. അങ്ങനെ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞിരിക്കും. തായ്ലൻഡിൽ നിന്ന് ഇറങ്ങി എന്ന് പറ. പാസ്പോർട്ടും എല്ലാം കയ്യിൽ വേണേ. കരയി വന്നു. അങ്ങനെ എത്ര ദിവസത്തെയാ? അങ്ങനെ 7 ദിവസത്തെ ട്രിപ്പിൻ്റെ 7ാമത്തെ ദിവസം നമ്മളിപ്പോൾ എന്താ തിരിച്ചു പോകുന്നു. രാത്രി 11:30 കഴിയുമ്പം ബാംഗ്ലൂർ എത്തും. സവാത്തിക്ക പറഞ്ഞോ? സവാത്തിക്ക ബൈ ബൈക്ക് വേറെന്തോ ആണോ? ഡ്യൂട്ടി ഫ്രീ ആയോണ്ടാ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ആയോണ്ടാ. ചെയ്തോ? പാസ്പോർട്ട് ഞാനൊരു മാംഗോ സ്റ്റിക്കി റൈസേ പറഞ്ഞുള്ളൂ. അതിനവര് എൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയാ വാങ്ങിച്ചത്. അത് ഡ്യൂട്ടി ഫ്രീ ആയ. ഓക്കെ. അപ്പോൾ 9:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. പക്ഷേ ഞങ്ങളൊരു 4:30 ആയപ്പോഴേക്കും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇനി നമുക്ക് കുറച്ചധികം സമയമുണ്ട്. അപ്പോൾ സമയം കളയാൻ വേണ്ടി ഞങ്ങളിത് എയർപോർട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ്. നമുക്ക് ഫ്ലൈറ്റിൽ തന്നെ ഡിന്നറൊക്കെ ഉണ്ട്, എന്നിരുന്നാലും നമ്മൾ സമയം പോകാൻ വേണ്ടി ഇവിടുന്ന് കുറച്ച് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുവാണ്. അങ്ങനെ ഒരു നീണ്ട വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളിത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ നീണ്ട 7 ദിവസത്തെ വെക്കേഷന് ശേഷം ഞങ്ങളിതേ തിരിച്ച് ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ തായ്ലാൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നേ. അങ്ങനെ തായ്ലൻഡ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.